എല്ലാരും പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യ കൊറിയൻ ഗ്ലാസ് സ്കിന്ന്. അപ്പോൾ ടീനേജേഴ്സ് മുഴുവൻ ഇപ്പം എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലൊക്കെ കുറെ കൊറിയൻ സീരീസ് ഒക്കെ കാണാം. അവരുടെ K-pop എന്നൊക്കെ പറഞ്ഞ് കുറേ ഫാൻസ് ഒക്കെ ഉണ്ട്. സോ ഈ കൊറിയൻ സ്കിൻ അച്ചീവ് ചെയ്യണം, അതാണ് ടീനേജേഴ്സിന്റെ ഒട്ടുമിക്ക ടീനേജേഴ്സിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി നമ്മളെ കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. എത്തിനിസിറ്റി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അവരെ സ്കിൻ ടൈപ്പും അവരെ ആ എത്തനിക് ഇതിന് ഡിഫറെൻ്റ് ആയിരിക്കും. അവരെ സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ സ്കിൻ ടൈപ്പ് കിട്ടുകയേ ഇല്ല. അതെങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ടീനേജേഴ്സിന് മറ്റേ കൊറിയൻ പോപ്പ് അതല്ല K-pop ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണല്ലോ, അതിൽ നിന്നും കൂടി വന്നതാന്ന് തോന്നുന്നു. പക്ഷെ ഗ്ലാസ് സ്കിന്നൊന്നും നമ്മളെ സ്കിന്നിൽ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇങ്ങനെ ഉണ്ടാവില്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ, നമ്മളിങ്ങനെ AI ജനറേറ്റഡും അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മളെ സ്കിൻ ഒരിക്കലും ഒരു കൊറിയൻ സ്കിന്ന് ടൈപ്പിലേക്ക് മാറില്ല. ഇല്ല, അതാണ് എന്റെ. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി നമ്മളെ കേരളത്തിലുള്ള ആളുകളെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്തി സ്കിൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അല്ല, ഹെൽത്തി സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല സ്കിൻ കെയർ റുട്ടീൻ ഒരു ഫോളോ ചെയ്യുക. അതും സിമ്പിൾ ആക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ സ്കിൻ ടൈപ്പ്, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു മോയ്സ്ചറൈസറിങ് സൺസ്ക്രീനും ഒരു ഫേസ് വാഷും യൂസ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റാ. അതുകൂടാതെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഇന്റേണൽ ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗട്ട് സ്കിൻ ഹെൽത്ത്, ഒരു ഗട്ട് സ്കിൻ ആക്സസ് എന്ന് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്ന് വെച്ചാൽ മിക്കവാറും ഈ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഒരു ഗട്ട് റിലേറ്റഡ് ആയിരിക്കും. ഈവൺ ആക്നി ആയിക്കോട്ടെ, ചില പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഈ കരിവാളിപ്പൊക്കെ, ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നം അത് യൂഷ്വലി വയറ് സംബന്ധമായിട്ട്, അതായത് നമ്മളെ വയറിലുള്ള ഒരു ഗുഡ് ബാക്ടീരിയ, അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, അങ്ങനത്തെ നല്ല ബാക്ടീരിയ വേണം നമ്മൾ അങ്ങനത്തെ ബാക്ടീരിയ വേണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള വൈറ്റമിൻസും മിനറൽസ് ഒക്കെ എടുക്കാനായിട്ട്. അങ്ങനത്തെ ഒരു ബാക്ടീരിയ വേണം. പക്ഷെ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ പ്രോസസ് ഫുഡും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസും ഒക്കെ വെച്ചിട്ട് ഈ ബാക്ടീരിയ നഷ്ടപ്പെട്ടു പോവാണ്. അതിന് പകരം ബാഡ് ബാക്ടീരിയ ആവും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻസും മിനറൽസും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മളെ ബോഡി ഒരു മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയിലാണ് ഓടുന്നത്. ആ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നമ്മളെ സ്കിന്നിലെ പ്രോബ്ലംസും ഉണ്ടാക്കും, ഹെയർ പ്രോബ്ലംസും. ഇപ്പൊ ഏത് ഫീമെയിലോട് ചോദിച്ചാലും ഹെയർ ഫോൾ ഒരു കൺസേൺ ആണ്. തിന്നിങ് ആയിക്കോട്ടെ, ഹെയർ ഫോൾ ഇത് തന്നെയാണ് ഒരു ഭയങ്കര കോമൺ. അപ്പൊ ഞാനത് പറയും, നമ്മളെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ ഹെയർ ഫോളും. അപ്പൊ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ തിന്നിങ്ങിൻ്റെ ഹെയർ ഫോളിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം ടീനേജേഴ്സിൻ്റെ താഴെയുള്ള കുട്ടികളുടെയും തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ആക്ച്വലി അവർ ആ ചെറിയ പ്രായത്തിലേ തന്നെ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. ഏത് പ്രായത്തിലാണ് ആക്ച്വലി നമ്മളത്? സ്കിൻ കെയറിനെക്കാളും ഈ ടീനേജേഴ്സ് അവരെ ഡയറ്റാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് എനിക്ക് തോന്നാറ്. കാരണം ഈ ടീനേജേഴ്സ് ഒക്കെ നമ്മൾ യൂഷ്വലി ഒരു സ്കിൻ കെയർ റുട്ടീൻ, അതായത് വൈറ്റമിൻ സിയും റെറ്റിനോൾ, നയസിനമൈഡ്, ഇതൊക്കെ എന്തിനാണ്? ഈ കൊളാജൻ സ്റ്റിമുലേഷനാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ കൊളാജൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രായമാകുമ്പോഴത്തേക്ക് നമ്മളെ സ്കിന്നിൽ നിന്ന് ആ നല്ല ഈ എന്താ പ്രോട്ടീൻ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഏജിങ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ ടീനേജേഴ്സിന് ഏജ്ഡ് ആയിട്ടില്ലല്ലോ, അവര് ബിലോ 30 ഉള്ള ആൾക്കാര് എന്തിനാണ് ഇങ്ങനത്തെ ഒരു സ്കിൻ കെയർ റുട്ടീൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല. ഈ കൊളാജൻ സ്റ്റിമുലേഷൻ ഓവറായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവര് നമ്മൾ 30+ കഴിഞ്ഞാലാണ് ഇങ്ങനെ കൊളാജൻ നമ്മളെ സ്കിന്നിൽ നിന്ന് നഷ്ടപ്പെടുകയും അപ്പോഴാണ് നമ്മൾ ഈ ആന്റി ഏജിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടത്. നൗ ഈ ടീനേജേഴ്സ് അവർ ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ പ്രോസസ് ഫുഡും അങ്ങനത്തെ ഫുഡല്ലേ അവർ കഴിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഞാൻ പറഞ്ഞതല്ലേ, അതാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ആക്നിയും ഹെയർ ഫോളും ഒക്കെ വരുന്നത്. അപ്പോ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഇമ്പോർട്ടൻ്റാ, പക്ഷെ ഡയറ്റും ഇമ്പോർട്ടൻ്റാ. അവിടെയും കൂടി അവർ കറക്റ്റ് ചെയ്യണം, എന്നാലേ അവർക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ.